ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി വയർലെസ് ചാർജിംഗ് ഉള്ള ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ചാണ്. ഇഗ്ഗോയുടെ S8 അൾട്ര എന്ന ഒരു മോഡലാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പേര്. അപ്പോൾ ഇതൊരു 49mm ഉള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ്. അത്യാവശ്യം NFC കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിനുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് ഈ ഒരു വാച്ച് വാങ്ങിച്ചു. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വാച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴേ കണ്ടോ, ഇഗ്ഗോ S8 അൾട്ര എന്നൊരു സ്മാർട്ട് വാച്ചിൻ്റെ ആ ഒരു യൂസർ മാനുവലും അതുപോലെ അതിൻ്റെ ഒരു വാറണ്ടി കാർഡ് ഒരു ചൈനീസ് ലാംഗ്വേജിലൊക്കെ ആക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വാച്ചിൻ്റെ കൂടെ 2 സ്ട്രാപ്പാണ് കേട്ടോ കിട്ടുന്നത്. അതായത് നല്ല ഒരു നൈക്കിൻ്റെ ടൈപ്പ് ഒരു സ്ട്രാപ്പും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഉള്ള സ്ട്രാപ്പും. ഈ ഒരു വാച്ച് ശരിക്കും ആപ്പിളിൻ്റെ S8 അൾട്രയുടെ അതേ ലുക്സിൽ വരുന്ന നല്ലൊരു അടിപൊളി നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു ബാറ്ററി ക്വാളിറ്റിയും ബാക്കപ്പും ഉള്ള ഒരു വാച്ച് തന്നെയാണ് ഈ ഒരു മോഡൽ. കണ്ടോ, നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയുള്ള ഒരു വാച്ചാണ് ഈ ഒരു S8 അൾട്ര എന്ന ഈ മോഡൽ. അപ്പോൾ നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, അതായത് 3 ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെയുള്ള ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി, നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു S8 അൾട്രയുടെ ആ ഒരു ഇത് വരുന്നത്, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത് 49mm എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്, ഒരു 3 ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വാച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, തുറക്കുമ്പോൾ തന്നെ ഹലോ എന്നുള്ള ലോഗോ വരും. നല്ല അടിപൊളി നല്ല കളർ ബ്രൈറ്റ്നെസ് ഒക്കെയുള്ള നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഡിഫറെൻറ്റ്, അതായത് ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ടൈപ്പിലുള്ള എന്താ പറയുക വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. കണ്ടോ, അത് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, കോൾ റിസീവ് ചെയ്യാനും നമുക്ക് സംസാരിക്കാനും പറ്റും. നല്ലൊരു സ്പീക്കർ തന്നെയാണ് ഈ ഒരു വാച്ചിലുള്ളത്. ഇതിൽ BP, ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ എല്ലാം മെഡിക്കൽ ഗ്രേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലൊരു +or-2-3 എന്നുള്ള റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഫർമേഷനും അതിൻ്റെ MAC അഡ്രസ്സും വേർഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോന്നായിട്ട് നമുക്ക് നല്ലൊരു ടച്ച് റെസ്പോൺസിബിളുള്ള ഒരു ടച്ച് സ്ക്രീൻ തന്നെയാണ് ഈ ഒരു വാച്ചിന് വരുന്നത്. സൈഡൊക്കെ കണ്ടോ, അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റിയും അതായത് ആപ്പിളിൻ്റെ അതേ ലുക്സും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രമേ ആർക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇത് ആപ്പിൾ അല്ല എന്നുള്ള രീതിയിൽ. അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാച്ച് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സെറ്റിങ്സിൽ ബ്രൈറ്റ്നസ്, ഹെഡ്ലൈറ്റ്, സ്ക്രീൻ ടൈം, സ്റ്റൈല്, പാസ്വേഡ്, എബൌട്ട്, ഫാക്ടറി സെറ്റ്, ഷട്ട് ഡൗൺ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ മെനുവിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു MAC അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, നേറ്റീവ് ഇൻഫർമേഷനും ഡിവൈസ് നെയിമും അൾട്ര 8+ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഫോണിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റെസ്പോൺസീവായിട്ടുള്ള ഫോൺ ബട്ടൺ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കോൾ ചെയ്യാനും ആൾക്കാരെ കോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ, അത് മൊബൈലായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനാണ്. പിന്നെ ഇഷ്ടംപോലെ വർക്കൗട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ടൈമർ, അലാം, അങ്ങനെ കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ എടുക്കുകയാണെങ്കിൽ ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെഡൻറ്ററി വാർണിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ സെഡൻറ്ററി വാർണിങ്ങും കാര്യങ്ങളെന്ന് വെച്ചാൽ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ BP കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ബ്ലഡ് പ്രഷർ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള റീഡിങ്സും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും നമുക്ക് റീഡിങ് കിട്ടും. പിന്നെ വരുന്നത് അതിൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനാണ്. ഹൈഫൈൻ എന്നുള്ള ഒരു ആപ്പാണ് നമ്മൾ ആൻഡ്രോയിഡിലാണെങ്കിലും ആപ്പിളിലാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ. പിന്നെ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഹാൻഡ് ലൈറ്റ് അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒരു 5 ലെവൽ വരെ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ്
ഹാൻഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ, അതായത് എപ്പോഴും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെയുള്ള ഒരു മോഡ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇഗ്ഗോൻ്റെ ജസ്റ്റ് അതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്മാർട്ട് വാച്ചിൻ്റെ ആ ഒരു ബാർകോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആപ്പിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. പിന്നെ ബാക്കി അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ചെറിയൊരു ലീഫ്ലെറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വാച്ച് ഫേസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഹൈഫൈൻ്റെ ആ ഒരു ഇതിൽ നല്ല ധാരാളം വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതൊക്കെ നമുക്ക് വാച്ച് ഫേസസ് ആയിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ ധാരാളം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സെറ്റിങ്സ് നിങ്ങൾക്ക് നോക്കണ പോലെ അബൌട്ട് പാസ്വേഡ് റീബൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഫൈൻ ഫോൺ, അതായത് ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ ഷട്ട് ഡൗൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഗുഡ് ബൈ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കിട്ടും. ഓൾട്ടുവർ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് ഈ സെയിം വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അവരൊക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് കാര്യങ്ങളായിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് മെസ്സേജ് നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൾസ് എടുക്കാൻ പറ്റും, ഇതിൽ സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതിൽ NFC കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇതൊക്കെ നോർമൽ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, റീബൂട്ടും കാര്യങ്ങളൊക്കെ. അതായത് ഈ ഒരു സ്മാർട്ട് വാച്ച് എൻ്റെ കയ്യിൽ കുറച്ച് സമയത്താണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ പോലെയാണ് ഞാനത് എടുത്തത്. പിന്നെ വേണ്ട വരുന്നത് NFC, പിന്നെ ഡ്യുവൽ മോഡ്, അതെന്താണെന്ന് നമുക്ക് നോക്കണം. പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്റർ ശരിക്കും കണ്ടോ, നമുക്ക് ആ ആപ്പിളിൻ്റെ വരുന്ന അതേ ഇൻ്റർഫേസിൽ തന്നെയാണ്, ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെസ്സേജസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും, വാട്സപ്പ് കാര്യങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് സ്റ്റോപ്പ് വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ നല്ല റെസ്പോൺസീവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് വന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൻ്റെ ഗ്രിഡ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ പല രീതിയിലും നമുക്ക് സ്ക്വയറായിട്ടും ഇതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അത് വെക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് സാച്ചുറേഷൻ, അതായത് നമ്മുടെ ബ്ലഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ സാച്ചുറേഷനൊക്കെ ഭയങ്കര പോപ്പുലറായത് ഈ കൊറോണ സമയത്തുള്ള ശേഷമൊക്കെയാണ് ആ സാച്ചുറേഷൻ്റെ റിലവൻസും കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങളിൽ കൂടുതൽ എത്തിത്തുടങ്ങിയത്. കണ്ടോ, പിന്നെ സൈക്ലിങ്, അതുപോലെ സ്കിപ്പിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ, ഇത് പറഞ്ഞ പോലുള്ള ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ്, എത്ര കാലറീസ് റൺ ചെയ്തു, ട്വിറ്റർ. ഇത് ഒരു മെഡിറ്റേഷൻ പോലത്തെ ഒരു ജസ്റ്റ് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് കാര്യങ്ങൾ പോലെ തന്നെയാണ്. അത് ഞാനിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. അത് ബ്രീത്ത് ഇൻ അതുപോലെ ബ്രീത്ത് ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഇതിൽ വരുന്ന നമുക്ക് ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും, അതുപോലെ ട്വിറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ, മെസ്സേജസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ബാക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ധാരാളം എന്താ പറയുക വാച്ചസ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.